All right, folks, next we have a musical dance drama, something that we've been looking forward to all afternoon. A musical dance drama named Annoru Onakkalathu, directed by Ramesh Kumar, choreographed by Deepa Ram. Anna Oru Onakkalathu. അന്ന് ഒരോണക്കാലത്ത്. രചന സംവിധാനം രമേഷ് കുമാർ. ഇതാ ബാക്കി കൊണ്ട് പിടിച്ചോളൂ. ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് അല്ലേ? അല്ല മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ആദ്യമായിട്ടാണ്. ഓണമായിട്ട് തൃക്കാക്കരപ്പനൊന്ന് വണങ്ങാൻ വളരെ കാലമായുള്ളൊരു ആഗ്രഹമായിരുന്നു. നന്നായി. അറിയാലോ, വാമനമൂർത്തിയാണ് പ്രതിഷ്ഠ. വിളിച്ചാൽ വിളി കേൾക്കും. അനന്യശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമിഹം എന്നല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനേ കൃഷ്ണ. അറിയാം, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ പറ്റി. ഹൈ, വൈകിയല്ലോ. ഉച്ചശീവേലിക്കുള്ള സമയമായിരിക്കണു. നട ഇപ്പോൾ അടയ്ക്കും. പിന്നെ ഒരു 1.5 നാഴിക കഴിഞ്ഞ് തുറക്കൂ. മാഷൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് തൊഴുത് വന്നോളൂ. ഓ, ആയിക്കോട്ടെ. ചെല്ലം ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീ എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? സ്വാമി. എന്താ മാഷേ, ബാക്കി തന്നത് ശരിയായില്ലാന്നുണ്ടോ? അതല്ല, അവരോടൊപ്പം വേറെ സ്ത്രീയും ഉണ്ടായിരുന്നില്ലേ? ആര്? അവരോ? ഞാൻ അവർക്കൊരു നാണയം കൊടുത്ത് തിരിഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ അവർ എവിടെ പോയി? എങ്ങോട്ടും പോവാൻ സ്ഥലമില്ലല്ലോ, അവിടെ കാണും. ഇതാ മാഷിന് വൈകുണ്ടോ അവരെ? അവിടെ നോക്കി നിന്ന് മാഷ് വൈകിക്കണ്ട. ദർശനം നടത്തി കൊണ്ടോളൂ, അവരിവിടൊക്കെ തന്നെ കാണും. ചെല്ലം, അതവൾ തന്നെ. അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോ എന്തിനാണ് മറഞ്ഞത്? നന്നായി തൊഴുതോ മാഷേ? ചിങ്ങമാസമാണ്, ചിലക്ക് കൂടും. ആ സ്ത്രീ? ഓ, അവരോ? അവര് തിരികെ വന്നിട്ടില്ലല്ലോ. സാധാരണ ക്ഷേത്രം തുറക്കുമ്പോൾ 2 പേരും വരുന്നതാ പതിവ്. പിന്നെ ക്ഷേത്രം അടയ്ക്കുന്നത് വരെ അവരിവിടെ തന്നെയാണ്. ഇന്ന് എന്താണാവോ? മാഷിന് അവരെ കാണേണ്ട അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? കണ്ടാൽ കൊള്ളാമായിരുന്നു. ഇവിടെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ? കൊച്ചിറാമ, അകത്ത് നിന്നാ മാഷിനെ ഇരിക്കാൻ ഒരു കസേര എടുത്ത് ഇങ്ങോട്ട് ഇല്ല. അതല്ല, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, വൈകിട്ട് കൂടി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ ലോഡ്ജ് വല്ലതും ഉണ്ടോ? അതിപ്പോ
ഇവിടെ അങ്ങനെ അടുത്ത ലോഡ്ജൊന്നുമില്ല. ഇപ്പം എന്താ ചെയ്യുക? ദേവസ്വം വക പഴയ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. മാഷ് ഒരു കാര്യം ചെയ്യുക, ആ ദേവസ്വം ഓഫീസിൽ ഒന്ന് ചോദിച്ചോളൂ. സൗകര്യം കമ്മിയാണ്. ശരി. ഒരു ചായ, പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി തന്നേക്കും. മുപ്പത്തഞ്ചോ 36 വർഷമായി കാണും. വക്കീൽ പണിക്ക് പഠിക്കുന്ന കാലം. പരീക്ഷ കഴിഞ്ഞ് കോലനാട്ടുകാരുള്ള അമ്മാവന്റെ വീട്ടിലേക്കാണ് നേരെ പോയത്. ചെല്ലുന്നില്ല എന്ന പരിഭവം തീർക്കാൻ അവിടെ വരെ പോകാൻ അമ്മയാണ് പറഞ്ഞത്. അമ്മാവനെന്ന് ആയിരക്കണക്കിന് പറ കൃഷിയുള്ള സമയം. എന്താ ശങ്കര, പാട്ടും കൂത്തും ഒക്കെ നടക്കണുള്ളോ? പണിയൊന്നും അങ്ങോട്ട് നടക്കണില്ല അല്ലേ? അല്ല കുന്നേ, എല്ലാം നടക്കുന്നുണ്ട്. മോനെ വിഷ്ണു, കുട്ടി എന്തിനാണ് ഈ ഉദ്യോഗമൊക്കെ നോക്കാൻ പോണത്? ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ തന്നെയല്ലേ? ഞങ്ങൾക്ക് വയസ്സായി വരികയല്ലേ, ഇനി നിങ്ങളുടെ കാര്യം നേരത്തെ നടത്തണം. ഞാൻ ഏട്ടനോട് ചിങ്ങത്തിൽ തന്നെ നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടി പറയാൻ പോവുകയാണ്. കുട്ടി ഇവിടെ കുറച്ച് ദിവസം നിന്ന് ഈ കൃഷിയൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് നോക്കി ഒന്ന് കണ്ടു പഠിക്കും. എനിക്ക് പഴയതുപോലെ ഓടി നടക്കാനുള്ള ത്രാണിയൊന്നുമില്ല. ശ്വാസം മുട്ടൽ കലസലായിട്ടുണ്ടേ. തിരികെ മടങ്ങാൻ തിടുക്കമൊന്നുമില്ല. ഈ കൊയ്ത്ത് സമയത്ത് ഞാൻ അമ്മാവൻ്റെ കൂടെ കാണാം. സന്തോഷമായി. ഈ കൊയ്ത്ത് സമയത്ത് മാത്രമല്ല, ഇനി ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ നോക്കി നടത്തേണ്ടത്? അല്ലെങ്കിൽ ഇയാളെല്ലാം വിഴുങ്ങും അല്ലേടോ? അങ്ങനെ ഒന്നുമില്ല കുന്നേ, ഞാനെല്ലാം പഠിപ്പിച്ചെടുത്തോളാം. ഉവ്വ ഉവ്വ. ഹലോ, കൊടുത്തോളൂ. അതെ, സ്വാമിയാണ്. മാഷോ, ഞാൻ നോക്കട്ടെ. വന്നിട്ടില്ല. ഓ, മാഷ് എപ്പോഴാണ് തിരികെ യാത്ര? ഇന്നവിടെ തങ്ങാനാണ് പരിപാടി അല്ലേ? എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് നിശ്ചയിക്കാം. രാത്രി പിരിയ കൂട്ടിയിട്ട് ഞാനും കൂടെ വരാം. സ്വന്തമായിട്ട് വീടുന്നുള്ള കൂട്ടിലല്ല, സാധാരണ കവലയിലെ വെയിറ്റിംഗ് ഷെഡില്ലേ, അവിടെയാണ് അവർ തങ്ങുക പറ്റുക. നമുക്കൊന്ന് നോക്കാം. ആയിക്കോട്ടെ, ഞാൻ മുകളിലേക്ക് വരാം. ഓയ് ചെല്ലം, അതിരാവിലെ കുറ്റിച്ചൂലൊക്കെ ആയിട്ട് എങ്ങോട്ടാ? കുമാരാ, കുറ്റിച്ചൂലേ നിന്റെ? അയ്യോടീ, നിന്നെയല്ല ഇതിനെ പറ്റിയാ.
ഓനെ കുമാര രാവിലെ തന്നെ അങ്ങോട്ട് കിട്ടിയല്ലേ? പെണ്ണേ, നിന്റെ പേരെന്താ? കൊച്ചമ്പ്ര. ചെല്ലം. നിന്റെ ആട്ടവും പാട്ടവും എല്ലാം കൊള്ളാം. നന്നായിരിക്കുന്നു. കൊച്ചിരാമ, നീ ഇല്ലത്തേക്ക് നടന്നോളൂ. ഞാൻ ആ മാഷിന്റെ മുന്നിൽ ഒന്ന് കേട്ടിട്ട് വരാം. മാഷേ, ഇത് ഞാനാണ്, ഷാമിയാണ്. കിളന്ന് തുറക്കുക. ഈ സ്ത്രീ മാഷിന്റെ ആരാണെന്നാണ് പറഞ്ഞത്? ഒരകന്ന ബന്ധു. 10-35 വർഷം മുമ്പ് കാണാതായതാണ്. പിന്നെ ഇവരെപ്പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു. പെട്ടെന്ന് കേട്ടിട്ട് എനിക്കും മനസ്സിലായില്ല. പക്ഷെ മുഖത്തുള്ള ആ വലിയ മറുക് കണ്ടപ്പോഴാണ് ഇതുപോലെ ആരെയോ അറിയാമല്ലോ എന്ന് തോന്നിയത്. അതിനിടയിൽ അവൾ സ്ഥലവും വിട്ടു. ഇവരും ആ മറ്റേ സ്ത്രീയും ഞാൻ കാണുമ്പോൾ തുടങ്ങി ഇവിടെ തന്നെയാണ്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് വർഷം 10-20 അതിനു മുമ്പേ അവരിവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ വെയിറ്റിംഗ് ഷെഡിലും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ വഴി? നേരക്ഷിയായിരിക്കുന്നു. രാവിലെ പിരിയ തുറക്കാനുള്ളതാണ്. നീ ഇപ്പം നാളെ തിരക്കാം അല്ലേ? മാഷിനെ ഞാൻ മുറിയിലാക്കിയിട്ട് ഇരത്തോട്ട് പൊക്കോളാം. നടന്നോളൂ. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അങ്ങനെ കോലനാട്ടുകരയിൽ ഒരു കർഷക പ്രമാണിയെ ഞാൻ മാറുകയായിരുന്നു. പതുക്കെ പതുക്കെ അമ്മാവൻ പല കൃഷിക്കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചു തുടങ്ങി. പൊതുവെ നേരത്തെ എഴുന്നേൽക്കാൻ മടിയുള്ള എനിക്ക് നെൽക്കതിർ കാറ്റിലൊരുങ്ങി ഉണ്ടാകുന്ന സംഗീതം കേട്ട് നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ഹരമായി മാറി. ഞാൻ ആ സ്ഥലത്തെയും ചെയ്യുന്ന ജോലിയെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പണിക്കാർക്ക് ഞാൻ കൊച്ചുതമ്പ്രാനായിരുന്നു. മൂക്കിൽ ശുദ്ധിയുമായി നടക്കുന്ന അമ്മാവന് പകരം ഞാൻ എത്തിയത് കുറച്ചൊന്നുമല്ല അവരെ സന്തോഷിപ്പിച്ചത്. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ അവളെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞ് ഞാൻ അവളെ വഴക്ക് പറയുന്നത് ഒരു സ്ഥിരം സംഭവമായി. ആദ്യമൊക്കെ മനസ്സിലായില്ലെങ്കിലും പതുക്കെ പതുക്കെ ഈ വഴക്കിന്റെ പൊരുൾ അവക്ക് മനസ്സിലായി തുടങ്ങി. ഇത്രമേൽ മണമുള്ള കുടമുള്ള പൂവുകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. നിത്യവിലോലമാം സ്വപ്നങ്ങളും ഞാനും എല്ലാ രഹസ്യവും പങ്കുവയ്ക്കും. ആത്മാവിനുള്ളിൽ വന്നറിയാതെ പടരുന്ന പരിമളമായിരിക്കും. ഇത്രമേൽ മണമുള്ള കുടമുള്ള പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും. അങ്ങനെ ചിഹ്നം കൂടി പിറന്നു. കൊയ്ത്തും വിളവെടുപ്പുമായി രാത്രിയും പകലും നടന്നുള്ള അധ്വാനം. എല്ലാ വർഷവും തിരുവോണം അടുപ്പിച്ച് 3 ദിവസം അമ്മാവന്റെ വക ക്ഷേത്രത്തിൽ ആട്ടക്കഥ നടത്തും. നാട്ടുകാർക്കിത് ഒരു ഉത്സവം പോലെയാണ്. ദേ
അച്ഛനും അമ്മയും ഞാനും കൂടി അമ്പലത്തിൽ ആട്ടക്കഥ കാണാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരുങ്ങിക്കോളൂ. നടന്നോളൂ, ഞാൻ ആ കുളത്തിലൊന്നും മുങ്ങിട്ട് അങ്ങോട്ട് എത്തിയേക്കാം. അതെന്താ, ഞങ്ങളുടെ കൂടെ വരില്ലാന്ന് മറ്റുണ്ടോ? താമസിക്കണ്ട, നടന്നോളൂ, പാതി വഴി ഞാൻ എത്തിയേക്കാം. നടചരിതമാണ്, അസലാകും. മോളെ ദേവി, ഒരുങ്ങിയില്ലേ? നമുക്ക് പോവാം. പെട്ടെന്ന് വരണം കേട്ടോ. ചെല്ലം, കൊച്ചമ്പ്ര, ചെല്ലം. കൊച്ചമ്പ്ര, ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, പാവങ്ങളാണ്. നിന്നെ ആദ്യം കണ്ടത് ഞാനിപ്പോൾ ഓർത്തു പോകുന്നു. അന്ന് ഞാൻ നിന്റെ ജാതി കണ്ടില്ല, നിന്റെ പണം കണ്ടില്ല, നിന്റെ മനസ്സിന്റെ നൈർമല്യം മാത്രമാണ് കണ്ടത്. വേണ്ട കൊച്ചമ്പ്ര, ഇതൊന്നും വേണ്ട. നിനക്കെന്തത്ര ഭയം? എന്നെ വിശ്വാസമില്ലേ? ഈ കൊയ്ത്ത് കഴിയുമ്പം നിന്നെ ഞാൻ കൊണ്ടുപോകും. കൊച്ചമ്പ്ര, ഈ നിലാവുള്ള രാത്രി സാക്ഷിയാക്കി ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. നീ വരില്ലേ? എടാ കുമാര, നമ്മുടെ കൊച്ചമ്പ്രാൻ തിരിച്ചു പോകുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ കൂടുന്ന പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. ആ, നീ അത് അറിഞ്ഞില്ലേ? നമ്മുടെ കൊച്ചമ്പ്രാന്റെയും ദേവിത്തമ്പ്രാട്ടിയുടെയും കല്യാണം വലിയമ്പ്രാൻ അങ്ങ് ഉറപ്പിച്ചു. അതെയോ? പതിറ്റാണ്ടല്ല നൂറ്റാണ്ടാണ് കറക്കി വിടണുണ്ട്. അതിന്തോ ദിന്താരേ തകതിന്തകതാരോ തനതിന്തോ ദിന്താരേ തകതിന്തകതാരോ. ിൽ
ഒരു കറ്റ ഒറ്റക്കറ്റ ഓരായിരം കറ്റ ചെത്തി തീയാം തത്തത്ത തകതിമി തീയാം തത്തത്ത ഒരു കറ്റ ഒറ്റക്കറ്റ ഓരായിരം കറ്റ ചെത്തി തീയാം തത്തത്ത തകതിമി തീയാം തത്തത്ത ഓമനാളെ കൊയ്തു കേരടി തീയാം തത്തത്ത തകതിമി തീയാം തത്തത്ത ഓമനാളെ കൊയ്തു കേരടി തീയാം തത്തത്ത തകതിമി തീയാം തത്തത്ത താദിന്ദോ താദിന്ദിന്ദോ തനദിന്ദോ താനദിന്ദോ താദിന്ദോ താദിന്ദിന്ദോ തനദിന്ദോ താനദിന്ദോ താദിന്ദോ തകതിമിദിന്ദോ തകതിമിദോ താദിന്ദിന്ദോ താദിന്ദോ തകതിമിദിന്ദോ തകതിമിദോ താദിന്ദിന്ദോ തകതിമിദോ താദിന്ദിന്ദോ തകതിമിദോ താദിന്ദിന്ദോ തകതിമിദോ 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 താദിന്ദിന്ദോ. എന്താണ് കുമാരാ, നീ ഒരുമാതിരി പട്ടി അണക്കണ പോലെ? ചെല്ലം പോയി. അവൾ എങ്ങോട്ടെങ്കിലും പോട്ടടാ. അല്ല, ഇത് കൊള്ളാം. നീ ഇപ്പോഴും അവളുടെ പിറകെ തന്നെയാണോ? അല്ല, അവൾ ഇന്നലെ രാത്രി തൊട്ട് കാണുന്നില്ലെന്ന്. അന്ന് ആട്ടം കാണാൻ രാത്രിയിൽ പോയപ്പോഴാണ് ഞാൻ അവളെ അവസാനം കണ്ടത്. പിന്നെ സാറേ, ആ സ്വാമി പുറത്ത് കാണാൻ വന്നിരിക്കുന്നു. എന്തോ അത്യാവശ്യമാണെന്നാ പറഞ്ഞത്. മാഷേ, കർമ്മഫലം അല്ലാണ്ട് എന്താ പറയുക. രാവിലെ ബസ് കയറാൻ വന്ന കുട്ടികളാണത്രേ ആദ്യം കണ്ടത്. നമ്മൾ ഇന്നലെ പോയ വെയിറ്റിംഗ് ഷെഡില്ലേ, അവിടെ തന്നെയാണ്. ആരുമില്ലാണ്ട് മരിച്ച ശരീരം പിന്നെ പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക പതിവ്. കാണണമെന്ന് വെച്ചാൽ മാഷ് വേഗം അങ്ങോട്ടേക്ക് ചെന്നോളൂ. 35 വർഷമായി കാത്തിരുന്നിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് തന്നത് ഇതിനു വേണ്ടിയായിരുന്നു ഭഗവാനെ. എല്ലാവരും ഒന്ന് മാറി നിന്നേ. ആ ആംബുലൻസിന് വഴി കൊടുക്ക്. ഒന്ന് മാറി നിൽക്കുന്നേ, ഇച്ചിരി ഒന്ന് മാറി നിൽക്കുക അങ്ങോട്ട്. മാറല്ലോ, ഇത് പ്രത്യേക ശരണം വേണം. ചെല്ലം കൊച്ചമ്പ്ര, പങ്കെടുത്തവർ ബിന്ദു അലക്സാണ്ടർ, സിസിൽ മാത്യു, ദീപ റാം, ദീപക് ബാബു, ദേവി വിനോദ്, ഇന്ദു രമേശ്, ജെമിനി ജോസഫ്, ജെൻസൺ കുര്യാക്കോസ്, ലക്ഷ്മി നായർ, ലെസ്ലി മാത്യു, മധു നായർ, നമിത അലക്സാണ്ടർ, പ്രിയ നാരായൺ, രജനി, റാം, രത്ന സിംഗ്, രവി പ്രസാദ്, രശ്മി നായർ, ഷിബി കുര്യാക്കോസ്, ഷിരാലി മേനോൻ രത്നാൽക്കർ, സോനു ജോസഫ്, ശ്രീധരൻ, വാണി പ്രസാദ്, വിദ്യ പ്രവീൺ. ലൈറ്റ്സ് കൺട്രോൾ വിനോദ് പാലത്തിങ്കര, അനൂജ് കരുൺ. കൊറിയോഗ്രാഫി ദീപ റാം. രചന സംവിധാനം രമേഷ് കുമാർ.